ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബജാജ് ഡോമിനറിൻ്റെ ഹാൻഡിലിൽ ഗ്രിപ്പ് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഞാനല്ല ഗ്രിപ്പ് ഇടുന്നത്, റോഡ്മങ്സിലെ സ്റ്റാഫാണ് ഇടുന്നത്. അപ്പോൾ RCBയുടെ ഗ്രിപ്പാണ് ഞാൻ ഇടാൻ പോകുന്നത്. നൈസ് ഗ്രിപ്പാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് ഗ്രിപ്പ് ഇടുന്ന സമയത്തെടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഒരു 2-3 മാസം ഈ ഗ്രിപ്പ് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് ഇടുന്നത്. അതായത് വളരെ സ്മൂത്ത് ഗ്രിപ്പാണ്, നല്ല കാണാൻ നൈസ് ലുക്കാണ്, അതേപോലെ തന്നെ നല്ല ഡ്യൂറബിളായിട്ടുള്ളൊരു ഐറ്റവുമാണ്. ഞാൻ അത്യാവശ്യം നല്ല റഫായിട്ട് യൂസ് ചെയ്തിട്ട് സാധനം ഇപ്പോഴും ഒരു സീനും ഇല്ല. അപ്പോൾ ഗ്രിപ്പ് മാറുന്നത് നമ്മുടെ ഈ ആക്സിലേറ്ററിൻ്റെ ഭാഗത്ത് ഗ്രിപ്പ് മാറുന്നത് ഭയങ്കര ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മുടെ ഉള്ള ഗ്രിപ്പ് മൊത്തം കീറിക്കളഞ്ഞാൽ മാത്രമേ ആക്സിലേറ്ററിൻ്റെ ഭാഗത്ത് പുതിയ ഗ്രിപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, നമ്മുടെ ഈ ആക്സിലേറ്ററിൻ്റെ ഈ റൈറ്റ് സൈഡ് കോർണറിൽ നമ്മുടെ കമ്പനി ഗ്രിപ്പ് അവിടെ പിടിച്ചിരിക്കാൻ വേണ്ടി സൈഡിൽ എഡ്ജ് കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ RCBയുടെ ഗ്രിപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിലെ എഡ്ജ് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു നോസ് പ്ലെയറൊക്കെ എടുത്തിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ച് കളഞ്ഞാലും മതി. അതിന് ശേഷം ഒന്ന് അരമൊക്കെ കൊണ്ടൊന്ന് രാഗി സെറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ഗ്രിപ്പ് ഇടാൻ. അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജസ് ഷാർപ്പായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രിപ്പ് കയറ്റുന്ന ടൈമിന് കീറിപ്പോവും. പിന്നെ 450 രൂപ കൊടുത്ത് മേടിക്കുന്ന ഐറ്റം നമുക്ക് യൂസ് ചെയ്യാനും കൂടി പറ്റില്ല. അപ്പോൾ ഇതാണ് RCBയുടെ ഗ്രിപ്പ്. ഇതിൻ്റെ ഒറിജിനൽ വരുന്നത് ആ ലോഗോ ആണ്, താഴെ വരുന്ന സിൽവർ കളറിലെ ലോഗോ, അതാണ് ഇതിൻ്റെ ഒറിജിനൽ. അപ്പോൾ ഇതാണ് ഗ്രിപ്പ്. നൈസ് ഗ്രിപ്പാണ്, നല്ല രസമാണ്. ഇത് നല്ല സ്മൂത്താണ്, വണ്ടി ഓടിക്കാനൊക്കെ നല്ല മൂഡാണ് ഇതിട്ട്. ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി മാറിയതാണിത്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തില്ല, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെയാണ് ഓയിൽ ഇട്ടിട്ടാണ് ഇത് പുഷ് ചെയ്തകത്തേക്ക് കയറ്റുന്നത്. കണ്ടോ, സംഭവം ഭയങ്കര ടെക്നോളജി ഒന്നുമല്ല, സിമ്പിൾ പ്രോസസ്സാണ്. ആദ്യം നമ്മുടെ ബാർ ആൻഡ് വെയ്റ്റ്സ് ഊരി മാറ്റണം Allen key ടൂൾ വെച്ചിട്ട്. എന്നിട്ട് പഴയ ഗ്രിപ്പ് മാറ്റിയിട്ട് പഴയ ഗ്രിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇത് പുഷ് ചെയ്ത് കയറ്റുന്നത്, ഓയിൽ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട്. അതിന് അവസാനം ബാർ ആൻഡ് വെയ്റ്റ്സും കയറ്റുക. സംഭവം അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഗ്രിപ്സ് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് പേര് എന്നോട് ചോദിച്ച് ഇത് ഗ്രിപ്പ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഒരെണ്ണം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് ഓർത്ത് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളിത് മേടിക്കുമ്പോൾ അതിൻ്റെ ആ പാക്കിങ്ങിൽ ഒരു സിൽവർ ലോഗോ കൊടുത്തിട്ടുണ്ട്, അതാണ് അതിൻ്റെ ഒറിജിനൽ. കാരണം ഡ്യൂപ്ലിക്കേറ്റ് കുറച്ച് ഇറങ്ങുന്നുണ്ട് RCBയുടെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ മേടിക്കുന്ന സമയത്ത്, ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നോ. ഞാൻ മേടിച്ചത് 450 രൂപയ്ക്കാണ് റോഡ്മങ്സിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം വേണമെന്നെങ്കിൽ റോഡ്മങ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇട്ടേക്കാം. ഓക്കെ, സംഭവം നൈസാണ്. യൂസർ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു സോ മച്ച്.